ഹായ് എവരിവൺ. 21 ജനുവരിയിൽ ഷിഫ്റ്റ് 1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഓർഗാനിക് കെമിസ്ട്രി ആണ്. അപ്പോൾ ഇത് അയഡോഫോം ടെസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്നുകിൽ നമുക്ക് പറയാം ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നോ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് പറയാം. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കാം പ്രോപ്പറായിട്ട്. An organic compound P with the molecular formula C6H12O13. അപ്പം നമ്മൾ ആദ്യം ഈ ഫോമുല കറക്റ്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാം. എല്ലായിടത്തും ഏകദേശം കാണുന്നത് ഒരേപോലെയുള്ള കോമ്പൗണ്ട് ആണ്. C6 ഉണ്ടോ എന്ന് നോക്കിയാൽ 1 2 3 4 5 6. സോ അല്ലെ 1 2 3 4 5 6. And how many oxygen atoms are there? 3 oxygen atoms are there. ഇപ്പൊ എല്ലായിടവും ഏകദേശം ആ ഫോമുല തന്നെ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി അവര് പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ് തരുന്നെന്ന് പറയുന്നു. സോ ദേ ആർ ഗിവിങ് പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ്. മക്കൾ അയഡോഫോം ടെസ്റ്റ് തരണമെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൽ ഇങ്ങനൊരു പാർട്ട് ഉണ്ടാവണം. നോക്കണേ, ഇപ്രകാരം CH3 സിംഗിൾ ബോണ്ട് CHOH എന്ന് പറയുന്ന പാർട്ട്, അല്ലെങ്കിൽ വി റിക്വയർഡ് CH3 C ഡബിൾ ബോണ്ട് എന്ന് പറയുന്ന പാർട്ട്. അപ്പൊ ഈ പാർട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യെസ്, ഇതിനകത്ത് നമുക്ക് അയഡോഫോം ടെസ്റ്റ് കാണിക്കുന്ന വ്യക്തി ഉണ്ട്. അപ്പൊ ഇത് അയഡോഫോം തരാം, ദർ ഇസ് എ ചാൻസ്. അടുത്ത് ഇതിലും അയഡോഫോം ടെസ്റ്റ് കാണിക്കുന്ന ആളുണ്ട്, എന്നാൽ ഇതിൽ അയഡോഫോം ടെസ്റ്റ് കാണിക്കൂല, എന്നാൽ ഇതിലും എന്ത് ചെയ്യും, അയഡോഫോം ടെസ്റ്റ് കാണിക്കും. അപ്പൊ നമ്മൾ ആൻസർ ഉറപ്പായിട്ടും ഓപ്ഷൻ 3 അല്ല. കാരണം ഓപ്ഷൻ 3 CH3 CO ഗ്രൂപ്പോ CH3 CHOH ഗ്രൂപ്പോ ഇല്ല. ഇനി നെഗറ്റീവ് ടോളറൻസ് ടെസ്റ്റ്. നെഗറ്റീവ് ടോളറൻസ് ടെസ്റ്റ് ആരാണ് തരുന്നത്? നോക്കൂ, നെഗറ്റീവ് ടോളറൻസ് ടെസ്റ്റ് മക്കളെ, ഈ ടോളറൻസ് ടെസ്റ്റ് തരുന്നത് ആരാണ്? ആൾഡിഹൈഡ്സ്, മെയിൻലി ആൾഡിഹൈഡ്സ് അല്ലേ. അപ്പൊ കീറ്റോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോളറൻസ് ടെസ്റ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നിരിക്കുന്ന വ്യക്തി കീറ്റോൺ ആണ്. എല്ലാവരും നമ്മളിപ്പോ കൺസിഡർ ചെയ്ത ഈ 3 ആൾക്കാരും, ഇയാള് കീറ്റോൺ ആണ്, അപ്പൊ ഇയാള് ടോളറൻസ് തരില്ല. ഇയാള് കീറ്റോൺ ആണ്, ഇയാള് ടോളറൻസ് തരില്ല. ഇയാളും കീറ്റോൺ ആണ്, ഇയാള് ടോളറൻസ് തരില്ല. അപ്പൊ ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ നമുക്കിനി ഇതിനെ ഒന്നുകൂടെ വായിക്കാം അല്ലെ. അവർ വായിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഈ കോമ്പൗണ്ടിനെ ഡൈലൂട്ട് ആസിഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഈ ഡൈലൂട്ട് ആസിഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രോളിസ് നടത്തുകയല്ലേ. അപ്പൊ ഈ കോമ്പൗണ്ടിൽ നമ്മൾ ഹൈഡ്രോളിസ് നടത്തുന്നു. മക്കളെ, ഈ കോമ്പൗണ്ടിൽ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ ഈ പാർട്ട് ഉണ്ടല്ലോ OCH3, ഈ പാർട്ടിലെ OCH3, ആ പാർട്ട് മാറി പകരം അവിടെ ആൽക്കഹോൾ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ നമുക്ക് എഴുതാം എന്ത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒന്നാമത്തെ കേസിൽ കിട്ടുക. നോക്കണേ, ഞാൻ എഴുതുന്ന ഒന്നാമത്തെ കേസിലെ പ്രൊഡക്റ്റ് എന്താണെന്ന്. ഹൈഡ്രോളിസ് നടത്തുമ്പോൾ ഇവിടെയും ഇവിടെയും അങ്ങ് മുറിയും, അവിടെ OH വരും. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ നമുക്ക് വരുന്നത് CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CHOH. സിമിലർലി ഇവിടെ എന്താണ് OH അല്ലെ. അപ്പൊ 2 OH ഉണ്ട്. ഈ 2 OH വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിന്നൊരു വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ വാട്ടർ എലിമിനേറ്റ് ചെയ്താൽ നോക്കൂ, ഇവിടെ 2 OH ഉണ്ട്. ഈ 2 OH നിന്ന് എന്ത് ചെയ്യും, വാട്ടർ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് അത് ആരായി മാറും? ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു ആൾഡിഹൈഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കോമ്പൗണ്ടിന്റെ ഫൈനൽ കോമ്പൗണ്ട് എഴുതുകയാണ് CH3 C ഡബിൾ ബോണ്ട് O CH2 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് OH. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? വി ഗോട്ട് ആൻ ആൾഡിഹൈഡ് ഗ്രൂപ്പ്. ഈ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഉറപ്പായും നമുക്കറിയാം അയാള് ടോളറൻസ് ടെസ്റ്റ് കാണിക്കും എന്നുള്ളത്. സോ ഈ കോമ്പൗണ്ട് ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്നു. ആൻഡ് ഓൾസോ അയഡോഫോം ടെസ്റ്റും കാണിക്കും. നോക്കൂ, അയഡോഫോം ടെസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതിൽ CH3 CO പാർട്ട് ഉണ്ട് അല്ലേ. അപ്പൊ ഈ കോമ്പൗണ്ട് നമ്മൾ ആൻസർ ആകാം ഉറപ്പായും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഒന്നാമത്തെ നമ്മൾ ആൻസർ ആകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആളെ ശ്രദ്ധിക്കാം. നോക്കൂ, മൂന്നാമത്തെ ആളിൽ ഞാൻ ഹൈഡ്രോളിസ് നടത്തിയാൽ മക്കൾ എല്ലാവരും നോക്കുക, ഇവിടെ OH വരും, ഇവിടെയും OH വരും. അങ്ങനെ വന്നാൽ നമ്മുടെ കോമ്പൗണ്ട്, ഞാൻ അതിന്റെ താഴെ തന്നെ എഴുതുകയാണ്, അങ്ങനെ വന്നാൽ നമ്മുടെ കോമ്പൗണ്ട് CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O
സിംഗിൾ ബോണ്ട് CH OH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് OH. ഇവിടെ നമുക്ക് OH വന്നിരിക്കുന്നത് ഒരു കാർബണിലല്ല, 2 കാർബണിലാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഈ കോമ്പൗണ്ട് ഒരിക്കലും ടോളറൻസ് ടെസ്റ്റ് കാണിക്കില്ല, അല്ലെ? ബട്ട് ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ആണ്. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസ് എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, കാണിക്കാന്നാണ് ജനറലി നമ്മൾ പറയാനുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒഴിവാക്കാം. അപ്പോൾ ഈ കോമ്പൗണ്ട് ഓപ്ഷൻ 2 നമുക്ക്, കാരണം നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ ആള് വളരെ വ്യക്തമായി തരുന്ന വ്യക്തിയാണ്. അപ്പൊ രണ്ടാമത്തെ ആള് നമുക്ക് ആൻസർ തരില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ആൻഡ് ഓൾസോ ഗീവ്സ് ഐഡോഫോം ടെസ്റ്റ്. നെക്സ്റ്റ് അടുത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത കഥ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രോളിസിസ്, ഇവിടെ എന്ത് ചെയ്യുക, അല്ലെ? അങ്ങനെ നമ്മൾ നടത്തിയാൽ നമ്മുടെ കോമ്പൗണ്ട് ലെറ്റ്സ് തിങ്ക് ഓഫ് CH3 ആൻഡ് here we get C ഡബിൾ ബോണ്ടോ, again we get C, അല്ലെ? അവിടെ ഒരിടത്ത് തന്നെ 2 OH വരും. ഈ ഒരിടത്ത് തന്നെ 2 OH വന്നാൽ തീർച്ചയായും കുട്ടികളെ അവിടെ എന്തായി മാറും? ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു കീറ്റോ ഓർ ആൽഡിഹൈഡ് ആയിട്ട് മാറും. അപ്പൊ ഈ OH നിന്നും എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക CH3 C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ഇത് കീറ്റോൺ ആണ്. അപ്പൊ അതുകൊണ്ട് ടോളറൻസ് ടെസ്റ്റ് തരില്ല. അപ്പൊ ടോളറൻസ് ടെസ്റ്റ് തരുന്ന വ്യക്തികൾ, ഓക്കെ, അപ്പൊ ഇതിൽ പ്രിഡോമിനന്റ് ആയി നമുക്ക് ഒന്നാമത്തെ ആളെയും രണ്ടാമത്തെ ആളെയും നമുക്ക് കൊണ്ടുവരാം. പക്ഷേ നമുക്ക് ഒന്നാമത്തെ ആളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആൻസർ ആക്കിയിട്ട് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നു? ഒന്നാമത്തെ ആളെ സെലക്ട് ചെയ്യുന്നു. സോ അവർ ഓപ്ഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 1.